ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, പരിശുദ്ധ അമ്മയെ നന്ദി. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 7/4/21 എൻ്റെ പേര് തോമസ് എബ്രഹാം തലവടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനങ്ങനെ പ്രാദ്യമായുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പ്രാർത്ഥിക്കുന്ന വലിയ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. പള്ളിയിൽ അങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളായിരുന്നു, കൃത്യമായിട്ട് പള്ളിയിൽ അങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ 4:30 തന്നെ എഴുന്നേൽക്കുകയും 5 മണിക്ക് അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും 5:30 പ്രാർത്ഥനയും ചൊല്ലി കഴിയുന്ന അവസ്ഥയാണ്. ഇന്ന് വരെയും ഇത്രയും ദിവസം വ്യത്യാസം വരുത്താതെ ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥിക്കുവാൻ സമയം തന്നതിന് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് എൻ്റെ മകൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ മകന് ജോലിക്ക് വേണ്ടി ഞാൻ വളരെയധികം പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളിൽ അവനെ ജോലിക്ക് വിടുക, ഇങ്ങൊന്നും ശരിയാകാതെ വന്നു. രണ്ടാമതവനെ വിസിറ്റിംഗ് വിസയ്ക്ക് ദുബൈക്ക് വിട്ടു. അവിടെ നിന്നും ജോലി ശരിയാകാതെ ഇവിടെ വന്നു. അപ്പോൾ ഞാൻ പിന്നെയും അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കൊണ്ട് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിപ്പിച്ച ശേഷം അവന് അങ്ങനെ ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് പെട്ടെന്നൊരു വിസയും ടിക്കറ്റും വീട്ടിൽ വന്നു. അവന് പോകുവാനായിട്ട് സാധ്യത കിട്ടി. അതിന് ഞാൻ ദൈവത്തെ ഒത്തിരി അധികം മഹത്വപ്പെടുത്തുന്നു. കാരണം അതിന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും 3 മടങ്ങ് അനുഗ്രഹങ്ങളാണ് അത് കൊടുത്തത്. അതിനേക്കാളും കൂടുതൽ ശമ്പളം കൊടുത്താണ് അവനെ ദൈവമാതാവ് അത്ഭുതത്തോടെ അനുഗ്രഹിച്ചതിന് ഞാൻ അങ്ങനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് എൻ്റെ താമസിക്കുന്ന സ്ഥലം, അതായത് ഒരു 20 വർഷമായിട്ട് നിലമായിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ പല വില്ലേജ് ഓഫീസുകളിലും കയറി ഇറങ്ങി, പല പ്രാവശ്യം കയറി ഇറങ്ങിയെങ്കിലും അവരെല്ലാം പറയും ഇന്ന് വാ, നാളെ വാ, മറ്റന്നാൾ വാ, അങ്ങനെ പറഞ്ഞ് എന്നെ 20 വർഷമായിട്ട് എന്നെ കഴിച്ചുകൂട്ടി. ഞാനതിനെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷമായിട്ട് അതെല്ലാം പെട്ടെന്നായിരുന്നു പിന്നെ അത് ഭൂമിയാക്കി കിട്ടുകയും ചെയ്തത്. അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ വീടിൻ്റെ പുറവശം വെള്ളം കയറുന്ന ഒരു സ്ഥലമായിരുന്നു. ആ വെള്ളം കയറുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് മണ്ണടിക്കാനായിട്ട് ഒരു സൗകര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അതിൻ്റെ അയൽവക്കത്തുള്ള ഒരു വീട്ടുകാരോട് ചോദിച്ചു, എനിക്ക് ആ മണ്ണടിക്കാനൊരു സൗകര്യം തരാമോന്ന്. അത് 20 വർഷമായിട്ട് ഞാൻ ചോദിച്ചിട്ട് അവർ തരുന്ന സമയത്താണ് പെട്ടെന്നാണ് ഞാൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറഞ്ഞു തന്നു, എന്നാൽ കയറി മണ്ണടിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാനങ്ങനെ മണ്ണടിക്കാനുള്ള സൗകര്യം കിട്ടുകയും ആ വെള്ളം കറക്റ്റായിട്ട് വെള്ളം കയറുന്ന സ്ഥലം മുഴുവനായിട്ട് നികത്താനുള്ള സൗകര്യം എനിക്ക് ചെയ്തു തന്ന യേശു തമ്പുരാനെയും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ഉപ്പ് ഉപയോഗിച്ചാണ് ആഹാരത്തിൽ, എല്ലാ ആഹാര സാധനങ്ങളിലും ഞങ്ങൾ ചെറുതായി ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് കിട്ടിയ ഉപ്പ് അതിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളാണ്, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങളാണ് തരുന്നത്. രണ്ടാമത് ഇവിടെ അൾത്താറയിൽ വന്ന് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് ദൈവമാതാവ് അനുഗ്രഹം തന്നതിന്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഈ മകൻ എത്ര നാളായിട്ട് ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു? 4 വർഷമായിട്ട് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമായിരുന്നു. വളരെയധികം വിഷമിച്ച് ഒത്തിരി പ്രയാസപ്പെട്ടു. എന്ത് കോഴ്സ് പാസ്സായ മകനാണ്? മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു. എൻജിനീയറിംഗ് പഠിച്ചെന്ന് പറഞ്ഞിട്ടും വലിയ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടായിരിക്കും ജോലി കിട്ടാഞ്ഞതും. പിന്നെ പരിശുദ്ധ അമ്മയുടെ ഇടപാട് കൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് അവനൊരു ജോലിയും വിസയും കൂടെ പെട്ടെന്ന് വീട്ടിൽ വരികയായിരുന്നു. നിലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് എത്ര വർഷമായിട്ട് ഇങ്ങനെ വില്ലേജ് ഓഫീസിൽ ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു? അത് ഞങ്ങളുടെ തലവടി വില്ലേജിൻ്റെ ഓഫീസിലാണ് കയറി ഇറങ്ങി 20 വർഷമായിട്ട് നടക്കുകയായിരുന്നു. 20 വർഷമായിട്ട് അവർ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞല്ലാതെ അവർ ചെയ്തു തരത്തില്ല. ആ പേപ്പർ അതുപോലെ ഇവിടെ ഇരിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച ശേഷം ആ പേപ്പറിനൊക്കെ ചലനം ഉണ്ടായതും പെട്ടെന്നാണ് ആ പേപ്പറുകൾ എല്ലാം വർക്കിംഗ് ആയതും. ഈ സാക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണും, കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് സമയച്ചുരുക്കത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദൈവമാതാവിന് സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് വെളിവാക്കുന്നതാണ് ഈ അൾത്താരയിൽ പറയുന്ന ഓരോരോ സാക്ഷ്യങ്ങളും. അതിൻ്റെ വലിയ 2 സാക്ഷ്യമാണ് ഈ അപ്പച്ചൻ നമ്മളോട് പങ്കുവച്ചത്. ഒന്നാമതായിട്ട് മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ് 4 വർഷമായിട്ട് ജോലിയില്ലാതിരുന്ന മകൻ അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് മകനെ കൊണ്ടുവന്നു. അച്ഛൻ മകനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു. ഉടനടിയാണ് ആ മകന് നല്ലൊരു ജോലി കിട്ടി, അല്ലേ? നല്ലൊരു ജോലി കിട്ടിയില്ലേ?
അതുപോലെ തന്നെ 20 വർഷമായിട്ട് നമുക്കറിയാം വില്ലേജ് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ബുദ്ധിമുട്ട്. 20 വർഷമായിട്ട് ഇവരുടെ നിൽക്കുന്ന ഭൂമി അത് നിലമായിരുന്നു അല്ലേ. അത് കരഭൂമിയാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന വിഷയമാണ്. മരിയൻ ഉടമ്പടിയിൽ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടനടി അത് കരഭൂമിയാക്കി വില്ലേജ് ഓഫീസിൽ നിന്ന് എഴുതി കിട്ടുന്നത്. ഒപ്പം തന്നെ പറഞ്ഞു വീടിൻ്റെ പുറകിലുള്ളൊരു സ്ഥലം അത് നാളുകളായിട്ട് അങ്ങനെ വെള്ളം കയറി ഇങ്ങനെ കെട്ടി കിടക്കുന്നൊരു സ്ഥലമാണ്. അവരൊന്നും ചെയ്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് ഈ ഭൂമിയെ മാതാവിനെ ഏൽപ്പിച്ചപ്പോൾ പ്രപഞ്ചപ്രകൃതിയുടെ മേൽ അധികാരമുള്ള അമ്മ ആ നിലം കരഭൂമിയാക്കുക മാത്രമല്ല ഈ പുറകുവശത്തുള്ള ഭൂമിയും മണ്ണിട്ട് നികത്തി വൃത്തിയാക്കാനും സഹായിച്ചു എന്ന് പറഞ്ഞു. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഒരു നാമമാത്ര ക്രിസ്ത്യാനി മാത്രമായിരുന്ന ഈ അപ്പച്ചനെ കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാക്കി മാറ്റി. അതാണ് ആദ്യം തന്നെ സാക്ഷ്യത്തിൽ പറഞ്ഞു തുടങ്ങിയത് അല്ലേ. 4 മണിക്ക് എഴുന്നേൽക്കും അല്ലേ, എല്ലാ ദിവസവും 4 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കാനും അങ്ങനെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചൊരു ശീലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ അവരുടെ ബുദ്ധിമുട്ടൊന്നും കണക്ക് കൂട്ടാതെ തന്നെ ഞാനത് കറക്റ്റായിട്ട് എണ്ണിക്കുകയും ലൈറ്റ് ഇടുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണല്ലോ, എങ്കിലും ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഞാൻ അത് കൃത്യമായിട്ട് എണ്ണിക്കുകയും 1/2 മണിക്കൂർ ബൈബിൾ കണ്ടിന്യൂ ആയിട്ട് വായിക്കുന്നതും അന്ന് ഈ ഉടമ്പടി എടുത്ത് അന്ന് മുതലാണ് ഈ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പേ ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയും വേദോസം വായിക്കുകയൊന്നും ഇല്ലായിരുന്നു. പള്ളിയിലും വല്ലപ്പോഴും ഒന്ന് പോകുന്നു മാത്രമേ ഉള്ളായിരുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി പഴയ നിയമത്തിൽ ഉടനീളം ഒത്തിരിയേറെ തിരുവചന ഭാഗങ്ങളുണ്ട്. അത്യുന്നതൻ്റെ ജ്ഞാനം ഈ ഭൂമിയിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന, അതായത് സൃഷ്ടപ്രപഞ്ചം മൊത്തം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു അതിരാവിലെ. ഇപ്പോൾ ഈ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ തേടുന്നവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ജ്ഞാനവും കൃപയും വന്ന് നിറയാനിടയാകും. ആ ഒരു പ്രാർത്ഥനയും ഈ മരിയൻ ഉടമ്പടിയുടെ സമയ ചുരുക്കത്തിന് സഹായിച്ചു എന്നുള്ളത് സാക്ഷ്യത്തിൽ വ്യക്തമാണ്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.